അന്നമ്മ അപ്പോൾ വീട്ടിൽ തനിച്ചായിരുന്നു. അവൾ ഓർത്തു, ഈ നേരമെങ്ങാനും ഗോപിയേട്ടൻ ഈ വഴി വന്നിരുന്നെങ്കിൽ. ഗോപിയേട്ടനെ പറ്റി ഓർത്തപ്പോൾ അന്നാമ്മയ്ക്ക് കുളിര് കോരിയിരുന്നത് പോലെ തോന്നി. അത്ഭുതം, അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടുവോ എന്തോ. ചുണ്ടത്ത് വശ്യമായ ഒരു പുഞ്ചിരിയുമായി കൊതിപ്പിക്കുന്ന നോട്ടത്തോടെ ഗോപിയേട്ടനുടെ വാതിക്കൽ. അന്നമ്മ തരിച്ചെങ്ങനെ നിൽക്കെ പതുക്കെ ഗോപി അവളുടെ അടുത്തെത്തി. അവൾ ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കുന്നത്? ആദ്യമായി കാണും പോലെ. ഗോപി അവളെ പതുക്കെ തന്നിലേക്ക് അടുപ്പിച്ചു. അവൾ എതിർക്കാനൊന്നും പോയില്ല. കാത്തു കാത്തിരുന്ന് എന്താ പാടിയത്? കൊണ്ടുവരൂടെ രണ്ടെണ്ണത്തിലെ കാലിയുണ്ടല്ലോ ഒടിക്കും. കൊണ്ടുവരൂടെ ഇവിടെ കൊണ്ടുവരും. അങ്ങനെ ഏതൊന്നും തോന്നിയാസമൊന്നും വായിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേടി. അടുക്കള 100 കൂട്ടം പണി കിടക്കുന്നു. ഓടിയപ്പുറത്ത് ഓടിയപ്പുറത്ത് പോവാൻ ഓടിച്ചു നിന്നെ. 2 ശൃംഗാരികളെ കൊണ്ട് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. മോശങ്ങള്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങേര് ഇരുന്ന് വെച്ചോണ്ടിരിക്കാതെ അപ്പൊ ഒന്ന് വാങ്ങിച്ചോട്ട് പോയിക്കണം. ഇവിടെ പ്രായമായ 2 പെമ്പിള്ളേരുള്ളതാ. നിങ്ങൾ നേരത്തെ പോന്നു. കുളിക്കാൻ പോകുമ്പോ വല്ല എഴുതി വെച്ചിട്ടുണ്ടെങ്കിലേ എടുത്ത് പെട്ടിക്കകത്ത് വെച്ചേക്കണം. ഇതാ ഒരു മനസമാധാനം ഇല്ല. അതിങ്ങ് തന്നേരെ സാറേ, ഉടനെ കൊണ്ട് കമ്പോസ് ചെയ്യണം. ഇത് മഞ്ഞണിക്കുമ്പോ നിങ്ങളുടെ വാരിയേക്കുള്ള ഇപ്പൊ തരാം. വൈകരുത്. ഇല്ല 5 മിനിറ്റ് ഇരിക്കൂ. 8ാമത്തെ വരൂ. പിന്നെ നമ്മുടെ നായകന്റെ പേരെന്താ? തോമസ് ഊട്ടി. നായിക ക്ലാര, വില്ലൻ ബോബൻ. ഓ അത് ശരി, ഇരിക്കൂ. ഇപ്പൊ ശരിപ്പെടുത്താം. ഓ ബായ്. എന്താണോ ഇതൊക്കെ? എന്റെ ഒരു ഗതി കേട്ടോ. അല്ല, ഞാൻ വരുന്നത് വരെ ഈ കോളനിയിലെ അലവലാദികൾ എങ്ങനെയാ ജീവിച്ചിരുന്നത് എനിക്കൊരു പിടി കിട്ടുന്നില്ല. എന്താ ഉപ്പ് തൊട്ട് കോഴിത്തീറ്റ വരെ ഇതിന്റെ അകത്തുണ്ട്. കാശ് വല്ല സ്കൂളുണ്ടോ? ഈ ചതിയുടെ കൂടെ വഞ്ചനയും കൂടെ വേണോ? നേപ്പാളിൽ നിന്ന് വന്നൊരു വിവരം കെട്ട് കൂർക്കയാണെന്നാണ്. നിന്റെ ഹിന്ദി അറിയാൻ വേണ്ട കേട്ടോ. ഗ്രാമർ കംപ്ലീറ്റ് തെറ്റാ. എന്നാൽ ഇന്റർവ്യൂവിന്റെ അന്ന് ഞാൻ പിടിച്ചിരുന്നില്ലേ? ആ തിരിവ് കഴിഞ്ഞേ. ഇവനാണ് സ്ഥലത്തെ പ്രധാനമായി നോക്കി ഒന്ന് നിയന്ത്രിക്കട്ടെ. വേണ്ട 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 വേണ്ട. ആദ്യം നീ ഇവിടെ ഒരു നല്ല പേരെടുക്കാൻ നോക്ക്. ഇവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടോ. വരട്ടെ. കിൻഡർ ഗാർഡൻ പഠിപ്പിക്കുന്ന ടീച്ചറാണ് നിർമ്മല. അറിയോ നിനക്ക്? അവരുടെയും കുറെ സാധനങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. ആ, അവര് പേരെടുത്ത ഒരു കാമുകയായിരുന്നു. ചിലപ്പോ നിനക്ക് പ്രയോജനപ്പെടും. അയ്യേ, ഞാൻ ആ ടൈപ്പൊന്നുമല്ല. അയ്യടാ, അവര് വലിയ വീട്ടിലെ പെൺകുട്ടിയായിരുന്നു. ഓട്ടോ വർക്ക്ഷോപ്പിലെ ഒരു സാധാരണ ജോലിക്കാരനുമായി അടുത്തപ്പോ വീട്ടുകാർ നഖശികാന്ത് എതിർത്തു. പണവും പ്രതാവും ഉപേക്ഷിച്ച് അവര് വർക്ക്ഷോപ്പുകാരന്റെ കൂടെ ഇങ്ങ് പോന്നു. അവരെനിക്ക് എങ്ങനെ പ്രയോജനപ്പെടും അത് പറ. വീട്ടുകാരോട് പണം കൊണ്ട് മത്സരിക്കാൻ അവര് ഭർത്താവിനെ ദുബായിലേക്ക് അയച്ചിരിക്കുക. അതുകൊണ്ട് അവരെ നല്ല വൃത്തിയായി നീ ഒന്ന് സോപ്പിടാൻ നോക്ക്. ദുബായ് ആണല്ലോ നിന്റെ സങ്കല്പ രാഷ്ട്രം. അവരുടെ ഭർത്താവ് വിചാരിച്ചാൽ ചിലപ്പോ നിനക്ക് കടൽ കടക്കാൻ പറ്റിയെന്ന് വരും. അവരുടെ വീക്ക് പോയിന്റ് എന്തൊക്കെയാ? അവരുടെ വീക്ക് പോയിന്റ് എന്തൊക്കെയാന്ന് അല്ല, അത് മനസ്സിലാക്കി വേണമല്ലോ വൃത്തിയായി സോപ്പ് പ്രയോഗിക്കാൻ. അവരുടെ ഒരു കൊച്ചിനെ നീ കണ്ടിട്ടില്ലേ? അത് തന്നെ അവരുടെ പ്രധാന വീക്ക് പോയിന്റ്. ആ കുട്ടിയെ ആദ്യം ചാക്കിലാക്കാൻ നോക്ക്. അമ്മ എനിക്ക് ഗൂർഖാങ്കിളിനെ കാണണം, ഇപ്പൊ കാണണം എന്ന് ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചാൽ നീ രക്ഷപ്പെട്ടു. ആ ട്രാക്കിലൂടെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് നിനക്ക് പിടിച്ചു കയറാം. എന്നാ പിന്നെ സമയം കളയാതെ ഞാൻ ആ സെന്റിമെന്റ്സിലോട്ട് പിടിച്ചു കയറട്ടെ. അയ്യോ, അതിനുമ്പ് ഇത് ഒത്തിരി സ്ഥലങ്ങളിൽ കൊടുക്കാനുണ്ട്. मैं चलता है मैं चलता हूँ मैं चलता हूँ ओके ओके मैं चलता हूँ छोटा साहब क्या करता है? मम्मी कहाँ है? ആഹാ, രാംസിംഗ് പെട്ടെന്ന് വന്നല്ലോ. हमको साइकिल में വലിയ ഉപകാരമായി. രാംസിംഗിന് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ. आप क्या करता है? मैं साहब ये बहुत खुशी की बात है. രാംസിംഗിന്റെ മാതൃഭാഷ ഹിന്ദിയല്ലേ? हाँ जी. അല്ല, എന്തോ ഒരു വിഷമം പോലെ. അത് हमको कुछ विक है. എനിക്ക് കുറച്ച് വിക്കുണ്ട്. ഓ, പിന്നെ എന്റെ ബച്പൻ മേ കേരള ആ ഗയാ. എന്റെ കുട്ടിക്കാലത്ത് മേരെ പിതാജീന്റെ അമ്മേന്റെയും കൂടെ കേരളത്തിൽ വന്നാണ്. രാംസിംഗ് ഇരിക്കെ, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. എന്റെ പൊന്നുമോനെ എന്നോട് സ്നേഹമായിട്ട് പെരുമാറ്. മോനെന്നെ ഇഷ്ടപ്പെട്ടാലേ എനിക്ക് പല പ്രയോജനമുള്ളതാണ്. രാംസിംഗ്, ചായ. आपको बेटा बहुत अच्छा है.
ഇതേ പ്രായത്തിൽ കണ്ടതാണ് ഞാൻ എന്റെ ഛോട്ടാബായിയെ 15 साल के पहले 15 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴെവിടെ ഉള്ളത്? നേപ്പാൾ മേ ഹംകോ കൊച്ചു കുട്ടികളെന്ന് പറഞ്ഞ ബഹുത്ത് ജീവൻ ഹേ മേം സാബ്. ഈ മോനെ ദിവസത്തിൽ ഒരിക്കലെങ്കിലും എടുക്കാൻ എന്നെ അനുവദിക്കണം. അത്രയ്ക്ക് ഇഷ്ടമാണോ കുട്ടികളെ? ഹാജി. എങ്കിൽ സമയം കിട്ടുമ്പോ അവിടെ നഴ്സറി വന്നോളൂ. अच्छा जी. മേ സാബ് आपको പതി അതായത് ഭർത്താവ് ദുബായിലാണോ? അതെ. അവിടെ നല്ല ജോലിയായിരിക്കും. കുഴപ്പമില്ല, പോയിട്ട് 2 വർഷമായുള്ളൂ. ഹാജി, കത്തെഴുതുമ്പോ ഈ ബായുടെ അന്വേഷണം. തീർച്ചയായും. मैं आता हूं. चल 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 मेरे साथी, ओ मेरे साथी, ओ मेरे साथी. വരുന്നു ഊർക്ക. ആ ഇതാ പിടിക്ക്. വരച്ചേ. ഗുഡ് മോർണിംഗ് നിർമ്മല ടീച്ചർ. ഗുഡ് മോർണിംഗ്. ആ, ഞാൻ ഇന്നലെ കളക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. കളക്ടറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് വിദേശ രാജ്യങ്ങളിലും ഇതേമാറ്റത്തെ സ്കൂളെല്ലാം ഉണ്ടെന്ന്. ടീച്ചർ പറയൂ, എന്റെ എന്ത് സഹായമാണ് ടീച്ചർക്ക് വേണ്ടത്? ഓ, തൽക്കാലം ഇത് ഇങ്ങനെ അങ്ങ് നടന്നാ മതി. ഹേയ്, അത് പറ്റില്ല. കോളനിയുടെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്കും ചില കടമകളൊക്കെ ഉണ്ട്. ആഹാ, നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഇതൊന്നും പറ്റില്ല. കോളനി നിന്നെ പലരും അന്വേഷിക്കുകയാണ്. അല്ല, രാംസിംഗിന് കുട്ടികളെന്ന് പറഞ്ഞാൽ ജീവനാണത്രേ. ജി ഹാ. ആ റോഡൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. ശമ്പളം കൊണ്ട് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇവിടുത്തെ കുട്ടികളെ കൊഞ്ചിക്കാനല്ല. എവിടെയാണ് തന്റെ യൂണിഫോം? मैं साहब डे टाइम में यूनिफॉर्म का आवश्यकता नहीं अല്ലേ? ആവശ്യകത ഉണ്ട്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞതാ. ഒരാഴ്ചത്തെ സമയം തരും. അതിനിടയ്ക്ക് കളനെ പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഗൂർക്കെ വേണ്ടെന്ന് വെക്കും. लेकिन चोर कहाँ है मैं साहब? തന്റെ മറുഭാഷ എനിക്ക് കേൾക്കണ്ട. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. കള്ളനെ പിടിച്ചേ പറ്റൂ. ഇതൊരു നിസ്സാര പ്രശ്നല്ലേ? പേരിനൊരു കള്ളനെ പിടിച്ചാ പോരെ? അതിന് കള്ളൻ എവിടെ? കണ്ണ് തുറന്ന് നേരെ നോക്ക്. നേരെ നോക്കടോ. കള്ളനെ കാണുന്നുണ്ടോ? ഇല്ല. ഞാൻ തന്നെ കള്ളനെ പിടിക്കുന്നു, അടിക്കുന്നു, തുരത്തി ഓടിക്കുന്നു. കോളനിക്കാരുടെ മുമ്പിൽ ഇത്രയും ചെയ്ത് കാണിച്ചാ പോരെ? അത് മതി. എന്നാ ഞാൻ തന്നെ കള്ളൻ. എന്നെ പിടിച്ചോളൂ, അടിച്ചോളൂ, തുരത്തി ഓടിച്ചോളൂ. അല്ല, നീയാവുമ്പം ആള് മനസ്സിലാവില്ലേ? മേലാകെ കരിയും തേച്ച് കറുത്ത തുണി കൊണ്ടൊരു മുഖം മൂടി ഇട്ട് ആരറിയാൻ പോകുന്നു തന്നെ? ആളുകൾ അടുത്ത് വരുമ്പോ നീ പിടിവിടുന്നു, ഞാൻ ഓടുന്നു. പ്രശ്നം തീർന്നില്ലേ? കുഴപ്പമില്ല. പക്ഷേ എന്ത് പക്ഷേ? എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? നാളെ ടെന്റില് കുറച്ച് വെളിച്ചെണ്ണയും കരിയും കരുതിക്കോളൂ. ആരുമില്ല. നല്ല ഒച്ചയും ബഹളം ഉണ്ടാക്കണേ. നോക്കട്ടെ, പ്രശ്നം വല്ലതും ഉണ്ടാവോ? ധൈര്യമായിട്ട് വേണ. പ്രശ്നം വല്ലതും ഉണ്ടാവും. നീ ധൈര്യമായിട്ടിരിക്കണം. ഇടിക്കണോ?
മുഖം പൊടിയൊന്ന് മാറ്റി കിട്ടുമോ ആരാന്ന് നമുക്ക് സർവ ലോക ചോർക്കോ ഏക് മുഹേ ലോകത്തിലെ എല്ലാ കള്ളന്മാരും കക്കുന്നവരാണ് അവർക്കൊരു മുഖമുള്ളൂ അത് ഭീകരേ ഭീകർ അമ്പട പെരുങ്കള്ള. അപ്പൊ നീയാണ് എന്റെ മോളെ കയറി പിടിക്കാൻ വന്നതില്ലേ? എടാ കള്ള ട്രാവൽ ഏജൻസി. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. ഗാന്ധിനഗർ കോളനിയെ പറ്റി അറിയാവുന്ന ഒരുത്തനെ ഇവിടെ ഒന്ന് കക്കാൻ പറ്റും. എടാ പകൽമാനായി നടന്ന് നീ ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേടാ? അയ്യേ അതെന്താ ഭീം സിംഗ് കാ ബേട്ടാ രാം സിംഗ് बोलता है नहीं 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 मैं हिंदुस्तान का गुरखा है ആത്മാഭിമാനമുള്ള ഗുർഖയാണ് പോലീസ് കാ ബഡാ ഗുർഖ പോലീസിനേക്കാളും വല്ലാണ് ഗുർഖ ഞാൻ ഇവനെ വെറുതെ വിടില്ല കുത്തേ കമീനെ ഞാൻ കുക്കറി ഊരാൻ പോവുകയാണ് ഞാനിവനെ കൊല്ലാൻ